നമസ്കാരം. മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത വീണ്ടും BJP നേതൃത്വം. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പിന്നാലെ മുതിർന്ന നേതാവ് PK കൃഷ്ണദാസും ജി സുധാകരനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. എന്നാൽ ആലപ്പുഴയിലെ CPM-ൽ പലവിധ പ്രശ്നമുണ്ടെങ്കിലും പരസ്യമായി ആളിക്കത്തിക്കില്ലെന്നും അവഗണന നേരിടുമ്പോഴും പാർട്ടിയെ തള്ളിപ്പറയില്ലെന്നുമാണ് ജി സുധാകരൻ നൽകുന്ന സൂചന. കോൺഗ്രസ് നേതാവും MP-യുമായ KC വേണുഗോപാൽ വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിന്നാലെയാണ് BJP നേതാക്കളുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ജി സുധാകരൻ സത്യസന്ധനായ നേതാവാണ്. BJP-ക്കൊപ്പം ചേരുന്നത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. സുധാകരനെ പോലെയുള്ളവർക്ക് പോകാൻ പറ്റിയ ഇടമല്ല കോൺഗ്രസ്. CPM-ലെയും കോൺഗ്രസിലെയും നല്ല നേതാക്കൾക്ക് BJP-യിലേക്ക് വരാമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. CPM-ഉം കോൺഗ്രസും കാർബൺ കോപ്പികളാണ്. മാധ്യമങ്ങൾ ശത്രുക്കളല്ല. മാധ്യമങ്ങൾ സത്യസന്ധത പുലർത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉന്മൂലന രാഷ്ട്രീയമാണ് CPM-ന്റെ അടിത്തറയിളക്കിയത്. CPIM ആഗ്രഹിച്ചതുപോലെ കണ്ണൂർ രാഷ്ട്രീയമല്ല, കരുനാഗപ്പള്ളി രാഷ്ട്രീയമാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPIM-ന് രാഷ്ട്രീയ പാപ്പരത്വമുണ്ട്. ജയകൃഷ്ണന്റെ മരണശേഷം CPM നേരിടുന്ന വൻ തകർച്ചയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂടിക്കാഴ്ച പിണറായി മനഃപൂർവ്വം മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. പിണറായിക്ക് മറവി രോഗമില്ലെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. അതൃപ്തർക്ക് സ്വാഗതം എന്ന് പറഞ്ഞാണ് സുധാകരനെ പേരെടുത്തു പറയാതെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ക്ഷണിച്ചത്. ജി സുധാകരൻ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ വാസ്തവമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. CPIM-നെ മണൽ മാഫിയ സംഘവും കള്ളക്കടത്തുകാരും പിടിമുറുക്കിയിരിക്കുകയാണെന്നും അതാണ് അദ്ദേഹത്തിന്റെ ആരോപണമെന്നും സുരേന്ദ്രൻ പറയുന്നു. നിരോധനത്തിന് ശേഷം ആലപ്പുഴയിലും കണ്ണൂരിലും കായംകുളത്തും പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും വ്യാപകമായി ആളുകളെ DYFI-യിലേക്കും CPM-ലേക്കും റിക്രൂട്ട് ചെയ്യുകയാണ്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ CPIM-ൽ നിന്നും BJP-യിലേക്ക് വലിയ ഒഴുക്കുണ്ടാകുമെന്നും സുരേന്ദ്രൻ പറയുന്നു. അതേസമയം ജി സുധാകരന്റെ പാതി മനസ്സ് BJP-ക്കൊപ്പമാണെന്നായിരുന്നു BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചത്. ജി സുധാകരനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാൻ പോയ ആളാണ് താൻ. ജി സുധാകരനെ ഷാളിട്ട് താൻ സ്വീകരിച്ചു. തന്നെ ജി സുധാകരൻ വീടിന് മുന്നിലെ ഗേറ്റിൽ വന്നാണ് സ്വീകരിച്ച് അകത്തു കൊണ്ടുപോയത്. ആ സ്വീകരണം BJP-യുള്ള സ്വീകരണമായിരുന്നു. മനസ്സുകൊണ്ട് BJP-യുടെ അംഗത്വം സ്വീകരിച്ചയാളാണ് ജി സുധാകരനെന്നും അദ്ദേഹം പറഞ്ഞു. BJP അവധാനത കാണിച്ചില്ലായിരുന്നെങ്കിൽ EP ജയരാജൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ BJP ഗവർണറായേനെ. EP ജയരാജൻ പരിപ്പോടെയും കട്ടൻ ചായയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവുമായിരുന്നില്ലെന്നും B ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പല ഘട്ടങ്ങളിൽ ജി സുധാകരൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തിയത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് ജി സുധാകരനെ ക്ഷണിക്കാത്തത് ചർച്ചയായിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തിലും ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നിന്നും ജി സുധാകരനെ ഒഴിവാക്കിയിരുന്നു. സുധാകരന്റെ വീടിനടുത്താണ് ഇത്തവണ പൊതുസമ്മേളന വേദി. എന്നാൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ക്ഷണിക്കാതിരുന്നെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി R നാസറിന്റെ പ്രതികരണം. പാർട്ടി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. നിലവിൽ പാർട്ടി അംഗം മാത്രമാണ് ജി സുധാകരനെന്നും ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. എന്നാൽ പാർട്ടിയിൽ അവഗണിക്കപ്പെടുമ്പോഴും CPM-നെ തള്ളിപ്പറയാൻ ജി സുധാകരൻ തയ്യാറായിട്ടില്ല. അസംതൃപ്തി ഉണ്ടെങ്കിലും പരസ്യ പ്രതികരണം നടത്തില്ല. എന്നാൽ തന്റെ പ്രാധാന്യം CPM-നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും മടിക്കില്ല. പാർട്ടിയിൽ സ്ഥാനമില്ലാതായിരുന്നിട്ടും താൻ പ്രധാനിയാണെന്ന് എതിരാളികൾ കാണുന്നുവെന്ന് ജി സുധാകരൻ പറയുന്നത് അളന്നു മുറിച്ചുള്ള വാക്കുകളിലൂടെയാണ്. CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും ആശ്വാസമാണ് എല്ലാ അർത്ഥത്തിലും സുധാകരന്റെ ഈ നിലപാട്. നേരത്തെ മുസ്ലിം ലീഗ് ദിനപത്രമായ ചന്ദ്രിക ക്യാമ്പയിനിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും ഇദ്ദേഹം പിന്മാറിയിരുന്നു. വിവാദത്തിന് താല്പര്യമില്ലെന്ന് വീട്ടിലെത്തിയ ലീഗ് നേതാക്കളെ ജി സുധാകരൻ അറിയിച്ചു. ഇന്ന് രാവിലെ പത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ജി സുധാകരന്റെ വീട്ടിൽ വെച്ച് നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ ഉദ്ഘാടനം മാറ്റാൻ ജി സുധാകരൻ ആവശ്യപ്പെട്ടതായി മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അറിയിക്കുകയായിരുന്നു. ജി സുധാകരന്റെ സൗകര്യം നോക്കി മറ്റൊരു ദിവസം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജി സുധാകരൻ അസ്വസ്ഥനാണ്. എന്നാൽ അദ്ദേഹം പാർട്ടി വിടില്ല എന്നത് CPM നേതാക്കളെ സംബന്ധിച്ച് ആശ്വാസവുമാണ്.